ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വേണി. ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്ക് ഇന്ന് തന്നെ ഈ വ്ളോഗ് എടുക്കുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു. ലൈക്ക് നമ്മൾ ഭയങ്കര ഒരു നമ്മുടെ ലൈഫിലൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷം എന്നൊക്കെ പറയത്തില്ല. സോ അതാണ് ഇന്ന് എനിക്ക് എൻ്റെ എൻ്റെ സൗണ്ടും എൻ്റെ ഈ രീതിയും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ്. എൻ്റെ കണ്ണ് കണ്ടാലറിയാം, നല്ല വേർതിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഇന്നലെ തൊട്ട് എൻ്റെ കണ്ണ് ചെറിയൊരു തുടുപ്പും ഭയങ്കര നല്ല വെയിലത്ത് കുറേ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പ്രശ്നം എല്ലാം കൊണ്ടും എനിക്കിന്ന് നല്ല മൂഡാണ്. ബട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ലൈഫിൽ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ് സ്കൂൾ ലൈഫ്. ആൻഡ് ടുഡേ ഐ എം ഗോയിങ് ടു എൻഡ് മൈ സ്കൂൾ ലൈഫ് ഹിയർ. ലൈക്ക് ഇതാണ് എൻ്റെ ലാസ്റ്റ് ബോർഡ് എക്സാം. ഇന്നാണ് 27/6/2026 ആൻഡ് ദാറ്റ് ടു ബയോളജിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മുഖത്തെയും കണ്ണിൻ്റെയും എൻ്റെ ഈ സൗണ്ടും എല്ലാം പ്ലീസ് ഇഗ്നോർ ഇറ്റ്. കാരണം ഉറക്കത്തിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് പൊങ്ങി എണീറ്റ് വന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. 4:30 സമയം, അതിൻ്റെ ആയിരിക്കും മേ ബി. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ഇതാണ് കാര്യം. ലൈക്ക് എനിക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ ജേർണി ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് ടുഡേ ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ജേർണി ടുഡേ ഇറ്റ് സെൽഫ്. ലൈക്ക് ഒരെണ്ണം എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഐ ജസ്റ്റ് വോണ്ട് ടു സ്റ്റാർട്ട് ഇറ്റ്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ടുഡേ ആൻഡ് ദാറ്റ്സ് ഓൾ. ഞാൻ പോയി കുറച്ചുകൂടെ ഒന്ന് നോക്കട്ടെ. ഇനി കുറച്ചുകൂടെ നോക്കിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാകും. ഞാനിങ്ങനെയാണെന്നറിയാമോ, എനിക്ക് നോക്കണം. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിലും സ്കൂളിൽ വെച്ചിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും എടുത്ത് നോക്കും. അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നമാണ്. സോ എനിക്ക് വീട്ടിൽ നിന്ന് നോക്കിയില്ലെങ്കിൽ, എനിക്ക് ഓരോ സ്ലോട്ട് അനുസരിച്ച് നോക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സോ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചിട്ടങ്ങ് നോക്കട്ടെ. ബൈ. ഞാനൊന്ന് ഓടിച്ചിട്ട് അവിടെ കുറേ പേപ്പറുകളൊക്കെ ഇവിടെ കിടക്കുന്നു. ബിക്കോസ് എനിക്കിവിടെ ഇങ്ങനെ പരത്തി പെട്ടെന്ന് ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട്. പഠിക്കാൻ നേരം എൻ്റെ കൂടെ ഒരാൾ കൂട്ടിൻ്റെ ഇരിപ്പുണ്ട്. അയാളെ കാണിച്ചു തരാമേ. കുട്ടിയാണത്. ചെവിയൊക്കെ ഇങ്ങനെ ഇട്ട് ഭയങ്കര ഉറക്കമാണ്. അത് കൊള്ളാലോടി. ഞാനിങ്ങനെ എന്താണ് ലൈക്ക് റെഡിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇനിയിപ്പം പഠിച്ചൊക്കെ കഴിഞ്ഞു, റെഡി ആയിക്കഴിഞ്ഞ് ഇപ്പോൾ വിളക്ക് കത്തിക്കണം. പിന്നെ കോട്ടൊക്കെ എടുത്തിടണം, ഷൂ ഒന്ന് പോളിഷ് ചെയ്യണം, പിന്നെ അമ്പലത്തിൽ പോകണം, എന്നിട്ട് നേരെ സ്കൂളിൽ പോകണം. പിന്നെ പരീക്ഷ ആയിരുന്നു. അപ്പുറേ കിടക്കുന്നത് അതവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. മുടിയൊക്കെ കെട്ടാനുണ്ട് ഇനിയും. സോ അപ്പോൾ ഞാൻ റെഡിയായി. ഇനി കോട്ടൊക്കെ ഇട്ട് പിന്നെ ഷൂ ഒക്കെ ഇട്ടിട്ട് ആണ്. ബൈ. ഞാനിപ്പം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഇപ്പം അമ്പലത്തിൽ പോവാം. എനിക്ക് കുറച്ച് പൂ പിച്ചണം. ലൈക്ക് വാഴയിലൊക്കെ എടുത്തിട്ട് ഇച്ചിരി പൂ പിച്ചണം അമ്പലത്തിൽ കൊടുക്കാൻ. അപ്പം ഗൈസ്, ഇപ്പം ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ പോവാം. അപ്പം ഇനിയിപ്പം കുറച്ച് പൂ പിച്ചണം. പൂ പിച്ചിട്ട് അമ്പലത്തിൽ കൊടുക്കണം. പിന്നെ പൈസ എല്ലാം എടുത്തു. ഇനി പോയി ഒന്ന് തൊഴണം ദൈവത്തിനെ. എന്നിട്ട് നേരെ സ്കൂളിൽ പോവാം. ഇല്ല, വീട്ടിൽ തിരിച്ച് വന്നിട്ട് നേരെ സ്കൂളിൽ പോവാം. അല്ലെങ്കിൽ ഒന്ന് മുടി കെട്ടണം. മുടിയൊക്കെ ഞാനൊന്ന് ചുമ്മാ എന്തോ ഒന്ന് കാണിച്ച് അമ്പലത്തിൽ വരെ പോകാനല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ പൂ പിച്ചാനായിട്ട് ഞാൻ ഇവിടെ പൂ പിച്ചാൻ വന്നിരിക്കുകയാണ്. മൊത്തം മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ കുറച്ചൊരു 5-6 മുല്ലപ്പൂവും പിന്നെ അല്ലാത്ത ചെമ്പരത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകാം. ഇതുപോലത്തെ ഒരു വീഡിയോ ഇല്ല നമ്മുടെ രണ്ടിൻ്റെ. ഞാൻ മാത്രം ഇട്ടില്ലല്ലോ അതിനെ നമ്മൾ.
ഇതിന് പറയട്ടെ നമ്മൾ സ്കൂളിലെത്തി ലാസ്റ്റ് എക്സാം. നമ്മളിനി എവിടെ പോവാണ്? നമ്മൾ ബസ്സിൽ കയറുന്നത്. ഇന്നലെ എന്നെ ഉത്സവത്തിന് വിളിച്ചില്ല. വിളിച്ചിരിക്കുന്നു. എവളെന്നെ ഇവിടെ മലനട ഉത്സവത്തിന് വിളിച്ചില്ല. കള്ളി. അത് എക്സാം കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റും. അപ്പൊ പറ. അപ്പൊ നമ്മള് ബസ്സിലെല്ലാം കയറി ഗൈസ്. നമ്മളിനി പോവാണ്. എവിടെ പോവാണ്? ജൂനിയർ ബ്ലോഗർ. അയ്യോ അളിയൻ്റെ അത്ര ഞാൻ വരത്തില്ല. അതെനിക്കറിയാം. അതെ ഇപ്പഴേ മുളയിലെ നുള്ളണം അല്ലേ? അളിയ ഞങ്ങളുടെ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങളെ. ഞങ്ങള് മറ്റേ ഇതിന് പോയപ്പോ എടുത്തായിരുന്നു. എന്തോ അതിന്റെ പേര്? അതൊന്ന് കണ്ടിരിക്കേണ്ട സാധനം. അതെ അതിനകത്താണ് എല്ലാം. ഒന്ന് കാണിച്ചു. ഇതൊക്കെ എങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരാ? ഓക്കെ സോറി ഗൈസ്. Abidingod Tortoise Galapagos Island. സ്കൂളിലെത്തി. നമ്മളിനിയും നമ്മുടെ അലോട്ടഡ് ആയിട്ടുള്ള എന്തിലേക്ക് പോകുന്നു? ക്ലാസ്സിലേക്ക് പോകുന്നു. ഫുൾ മാർക്സ് ആണ്. ഞാൻ പറയാം ബയോളജിക്ക് എനിക്കൊരു 90 പിടിച്ചു. എനിക്കൊരു 100. അതിൻ്റെ പരിപാടിയാ. എനിക്ക് 100 വേണം. നിനക്ക് 90 മാർക്ക് ഹാൻഡ് റൈറ്റിങ്ങിന്. യെസ്. അന്നാ എനിക്ക് 102 വേണം. അറിയാ അതെന്താ അങ്ങനെ? ഒന്നും തന്നെ ടഫായിരുന്നു. വരച്ച ഡയഗ്രാം മാറിപ്പോയി. അത് അവർക്ക് കറക്റ്റ് വായിച്ചു. ഞാൻ കറക്റ്റ് വായിച്ചു. എനിക്ക് 3 മാർക്ക് അതിന് കിട്ടും. നിക്കോട്ടിന്റെ ലാസ്റ്റ് എന്തുവായിരുന്നു? എനിക്കൊരു കാനബിനോയിഡ്സ് അല്ല. നമ്മള് വീഡിയോ ബൈ. ബെല്ലടിക്കുക. അവക്കൊരു ഹൃദയം കൊടുക്കുക. ബൈ ബൈ. ഇനി നിന്നെ അടിക്കും ഞാൻ. 1 2 3 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ കൊടുത്തില്ല. ബെല്ലടിക്കണേ. ഇന്ന് നമ്മള് എന്താ വീഡിയോ ഇത് മൊത്തം വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ബൈ ബൈ 3 എല്ലാവരും പറയട്ടെ. 1 2 3 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.